ഹലോ, ട്രിപ്പ് ടേസ്റ്റ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലെ ലൂസേൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കാണുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യുന്ന റോഡാണ്. ഞങ്ങൾ പോകുന്നത് കാർ വഴിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ആദ്യം മോട്ടോർ വേ വിഗ്നറ്റിൻ്റെ സ്റ്റിക്കർ ഓൾറെഡി ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫൈൻ കിട്ടും. ഒരു ഫൈൻ തന്നെ ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇവിടെ അധികം മല തുരന്നിട്ടുള്ള തുരങ്കങ്ങളാണ് അധികം ഉണ്ടാവുക. തുരങ്കങ്ങൾ കൊണ്ട് കഴിയുമ്പോൾ ഒരു കാഴ്ച ഉണ്ട്, അത് അടിപൊളിയാണ്. ചെറിയ ഗ്രാമങ്ങളും ചുറ്റും പച്ച പിടിച്ച മലകളും അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പും റോഡിൻ്റെ ഒരു വൃത്തിയൊക്കെ വളരെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു മനോഹാരിത തന്നെ കറക്റ്റ് ഇതാക്കും. ഫുള്ള് പച്ചപ്പ് കണ്ടത് ലാൻഡ്സ്കേപ്പ് വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ലൂസേൺ എന്ന് പറഞ്ഞാൽ. ലൂസേൺ സ്വിറ്റ്സർലാൻഡ് ബോർഡറിൽ ലൂസേണിലെത്തുന്ന ആ റോഡിലുള്ള കാഴ്ചകളാണ്. ഒരു സ്വിറ്റ്സർലാൻഡിലത്തെ വില്ലേജുകളാണ്, അവിടെയുള്ള വീടുകളാണ്. നമ്മളിവിടെ എത്തി. ഒരു 1.5 മണിക്കൂർ ട്രാവലിന് ശേഷം ലൂസേണിൻ്റെ സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരുപാട് സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. റിയൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദിയാണ്. നദീൻ്റെ അപ്പുറമുള്ള പഴയ ബിൽഡിങ്ങും അവിടെ ആൾക്കാർ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെള്ളം കണ്ടിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമുക്ക് ഇവിടുത്തെ മെയിൻ വേറൊരു അട്രാക്ഷനാണ് ചാപ്പൽ ബ്രിഡ്ജാണ് സാധനം. ഒരു പാലം മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 700 കൊല്ലം പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണ്, മരത്തിൻ്റെ ബ്രിഡ്ജാണ്. അതാണ് മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ. നമുക്ക് അങ്ങോട്ട് പോകാം. അതിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ഇതാണ് മൊത്തത്തിലുള്ളൊരു ചാപ്പൽ ബ്രിഡ്ജാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതിൽ അത്രയും വലുപ്പത്തിലുള്ള ഒരു വാച്ച് ടവർ മാതിരി എന്തോന്ന് അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഉള്ളത് ഇവിടെയുള്ള ആ പഴയ ബിൽഡിങ്ങിൻ്റെ അപ്പുറമുള്ള കാഴ്ചകളും പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ട്രാവലേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ലോക്കൽസ് ആണെങ്കിലും ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ഫാമിലിയായിട്ട് ഒരുമിച്ച് വന്ന് ഈ നദീൻ്റെ കരയിലിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതും ഇങ്ങനെയാണ് അവർ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ആണ് എല്ലാവരും ഫാമിലിയായിട്ട് ഒരുമിച്ച് വന്നിരുന്ന് ടുഗദറായി നിന്ന് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓൾറെഡി ഫേമസ് ഫോർ പ്രിസിഷൻ ആൻഡ് വാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പലതരം വാച്ചുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നമ്മളോടൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റാണ് ഇതിലുള്ള സ്വിസ് വാച്ചസ് ഒക്കെ. വളരെ ലക്ഷറി വാച്ചസ് അല്ല. അതിൻ്റെ ഒരു കളക്ഷനാണ്. ബ്രിഡ്ജിൽ തന്നെയുള്ളൊരു ഷോപ്പാണിത്. കൂടുതൽ പഴയ ഇതും പുതിയതായിട്ടുള്ള എല്ലാ ബ്രാൻഡുകളുള്ളതുണ്ട്. ഒരു ഷോ ഡിസ്പ്ലേ. പിന്നെ അവിടെ നമ്മളിപ്പോൾ നേരെ ഒരു യാച്ചിൻ്റെ സർവീസിനാണ് പോയി. യാച്ചിൽ കയറാൻ 65 € എന്തോ ആണ്. നമുക്ക് പിന്നെ ടൈമും ഇല്ല. അത്